അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഅ്വാനിഹി വമുഹിബ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റമളാനിൻ്റെ അനുഗ്രഹീതവും ധന്യവുമായ ഈ ദിനരാത്രങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. സന്തോഷദായകമായ സുന്ദരമായ ഇബാദത്തുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമായ രാവുകൾ, പകലുകൾ നമ്മിലൂടെ കഴിഞ്ഞു പോവുകയാണ്. ഒട്ടനേകം നന്മകൾ സ്വായത്തമാക്കുവാനും ആ നന്മകളിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗലോകം കരഗതമാക്കുവാനും സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കുന്ന കാലഘട്ടമാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നോമ്പിലൂടെ നേടിയെടുക്കേണ്ട ഉന്നതമായ ഒരു സൽസ്വഭാവം അഥവാ ക്ഷമ. ക്ഷമയെ സംബന്ധിച്ച് പ്രവാചകർ പറഞ്ഞത് അത് വിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്നതാണ്. ഈമാനിൻ്റെ പകുതിയാകുന്നു ക്ഷമ. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. എല്ലാ സൽക്കർമ്മങ്ങളും നിർവഹിക്കണമെങ്കിൽ ക്ഷമ എന്ന മഹിതമായ ഈ വികാരം അനുപേക്ഷണീയമാണ്. ഇത് ആത്മാവിൽ നിന്ന് തുടങ്ങി മനസ്സിൻ്റെ ഓരോ കോണുകളിലും പതിഞ്ഞ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലൂടെയും പ്രതിഫലിക്കേണ്ട മഹത്തായ മനോഹരമായ ഒരു സ്വഭാവമാണ്. റമളാനിലൂടെ, ആ റമളാനിൽ അനുഷ്ഠിക്കപ്പെടുന്ന വ്രതത്തിലൂടെ സത്യവിശ്വാസികൾ നേടിയെടുക്കേണ്ടത് ഈ ക്ഷമയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്ഷമ അനിവാര്യമായ ഒട്ടനേകം ഘട്ടങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ നോമ്പിലൂടെ കരഗതമാകുന്ന ക്ഷമ സഹായിക്കും എന്നത് അവിതർക്കിതമായ കാര്യമാണ്. കാരണം നോമ്പ്, അതിൻ്റെ അനുഷ്ഠാനം, അന്നപാനീയങ്ങൾ, ഭക്ഷണം, ആഹാരങ്ങൾ, വൈകാരികമായ താല്പര്യങ്ങൾ ഇവയെല്ലാം ഉപേക്ഷിച്ചു കൊണ്ടാണല്ലോ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ നിർവഹിക്കപ്പെടുമ്പോൾ ആ നിർവഹണത്തിന് ഏറ്റവും അത്യാവശ്യമായത് ക്ഷമയാണ്. ക്ഷമയുള്ളവർക്ക് മാത്രമേ മേൽ പറയപ്പെട്ട സംഗതികൾ കൃത്യമായി ഉദ്ദേശ ലക്ഷ്യങ്ങൾ പരിപൂർണമാക്കിക്കൊണ്ട് നിർവഹിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, ക്ഷമയിലൂടെ അവൻ വിശപ്പ് അനുഭവിക്കുകയാണ്. ക്ഷമയില്ലാത്ത ആൾക്ക് വിശപ്പ് സഹിക്കുവാൻ കഴിയുകയില്ല. നോമ്പിലൂടെ അല്ലാഹു തആല ലക്ഷീകരിക്കുന്നതും നീ വിശക്കണം, വിശപ്പ് അനുഭവിക്കണം, വിശപ്പിൻ്റെ രുചിയെ, അതിൻ്റെ വിളിയെ നീ തിരിച്ചറിയണം. ആ വിശപ്പിൻ്റെ കാഠിന്യം കാരണം, പൈതാഹം കാരണം ആഹാരങ്ങളിലേക്ക്, വെള്ളത്തിലേക്ക്, ഭക്ഷണത്തിലേക്ക് നിനക്ക് താല്പര്യമുണ്ടായാൽ അല്ലാഹ് എന്ന ലക്ഷ്യത്തിന് വേണ്ടി ആ താല്പര്യത്തെ നീ മാറ്റിവെക്കണം. ഓരോ സ്ത്രീക്കും പുരുഷനും ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുവോ അപ്പോഴെല്ലാം അവയെ തരണം ചെയ്യാൻ കഴിയണമെങ്കിൽ ക്ഷമ ഒരു ശീലമായി മാറണം. അതുകൊണ്ടാണ് റമളാൻ വരുന്നതിൻ്റെ മുമ്പേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രസംഗത്തിൽ നോമ്പ് കാലം ക്ഷമയുടെ മാസമാണ് എന്ന് പറഞ്ഞത്. ഷഹ്റുസ് സബ്ർ, ക്ഷമയുടെ മാസമായിട്ടാണ് വ്രതത്തിൻ്റെ ഈ മാസത്തെ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഖുർആനിൽ സത്യവിശ്വാസികളോട് നിരന്തരം ആവശ്യപ്പെടുന്നതും ഈ ക്ഷമക്ക് തന്നെയാണ്. അവരുടെ മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ, മുസ്ലിമായി ഒരാൾക്ക് ഈ ലോകത്ത് ജീവിതം കഴിച്ചു കൂട്ടണമെങ്കിൽ സംശയമില്ല ക്ഷമാലുക്കളായ മാറണം അവർ. ലോകാവസാന കാലഘട്ടമാകുമ്പോൾ ലോകത്ത് അരാജകത്വങ്ങളും അതിക്രമങ്ങളും മതത്തിൻ്റെ ചിഹ്നങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ടുള്ള ജീവിതവും സർവ്വസാധാരണമാകുമ്പോൾ
പ്രവാചകൻ ദീർഘദർശനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അന്ന് അൽ ഖാബിദു ഫീഹിം അലാ ദീനിഹി, ആ ജനക്കൂട്ടത്തിനിടയിൽ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ കൽ ഖാബിദി അൽ ജംരി അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, ദീനിൽ ക്ഷമാപൂർവം ജീവിക്കുന്ന ആളുകൾ കൽ ഖാബിദി അൽ ജംരി, ഒരു തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. എത്ര മനോഹരമായ ഒരു ഉപമയാണ് പ്രവാചകർ പറഞ്ഞതെന്ന് ആലോചിക്കുന്നവർക്ക് ബോധ്യമാകും. ദീൻ കൽപ്പിക്കുന്ന വസ്ത്രം ധരിക്കുക, ദീൻ കൽപ്പിക്കുന്നിടത്തേക്ക് നോക്കുക, അള്ളാഹു വിലക്കിയ കാഴ്ചകളെ ഉപേക്ഷിക്കുക, അള്ളാഹു വിലക്കിയ വസ്ത്രധാരണത്തെ ഉപേക്ഷിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ഇത് വളരെ ശ്രമകരമായ ഒന്നാണെന്ന് ബോധ്യപ്പെടുത്തുവാനാണ് കൽ ഖാബിദി അൽ ജംരി എന്ന് പ്രവാചകർ പറയുന്നത്. നമുക്ക് വിശപ്പിലേക്ക് തന്നെ വരാം. വിശപ്പ് സഹനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു നിദാനമാണ്. വിശപ്പ് ലോകചരിത്രത്തിൽ എല്ലാ കാലത്തും മനുഷ്യർ വിശപ്പിനു പരിഹാരം തേടിയിട്ടാണ് അവരുടെ പ്രയാണങ്ങളെ തീരുമാനിച്ചിട്ടുള്ളത്. അവർ ദേശാന്തരങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് എല്ലാം വിശപ്പൊടുക്കാനും അരച്ചാൻ വയറ് നിറക്കാനും വേണ്ടി മാത്രമായിരുന്നു. കഥകൾ വായിക്കുന്നവർക്ക്, ചരിത്രങ്ങൾ വായിക്കുന്നവർക്ക് കഠിനമായ വിശപ്പിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ, അതിനെ നേരിട്ട ത്യാഗങ്ങൾ എല്ലാം ബോധ്യപ്പെടുന്നു. ഇന്ന് നമ്മുടെ മുമ്പിൽ നിറയെ ആഹാരങ്ങളാണ്. ലോകത്ത് ഇന്ന് ആഹാരം വലിയ വിപണിയായി മാറിയ ഒരു കാലഘട്ടമാണ്. പുതിയ പുതിയ ഹോട്ടലുകൾ വരുന്നു, ഭക്ഷണങ്ങളുടെ പുതിയ രൂപങ്ങൾ വരുന്നു. ഈ കാലഘട്ടത്തിലാണ് വിശപ്പിൻ്റെ ഏറ്റവും വലിയ ക്ഷമ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. കാരണം എല്ലാറ്റിനും സൗകര്യമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ എന്തും പാചകം ചെയ്യുവാനും ഏതു ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുവാനും നമുക്ക് സൗകര്യപ്രദമായ കാലഘട്ടത്തിൽ അതിനെയെല്ലാം റമളാനിൻ്റെ താല്പര്യം മുൻനിർത്തി ക്ഷമ കൈക്കൊണ്ട് നമ്മൾ മാറ്റിവെക്കുകയാണ്. പ്രവാചകരോ അവിടുത്തെ അനുയായികളോ വിശപ്പ് സഹിച്ചതുപോലെ നമുക്കാർക്കും സഹിക്കേണ്ടി വന്നിട്ടില്ല. അവിടുത്തെ കുടുംബം, അവിടുത്തെ പത്നിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പ്രവാചകരുടെ വീട്ടിൽ ഒരു ദിവസം പോലും പ്രവാചകൻ്റെ വീട്ടിലുള്ള ആളുകൾ വയറ് നിറച്ചു ഭക്ഷിച്ചിട്ടില്ല. മാ ശബിഅ ആലു മുഹമ്മദിൻ കൂത്ത, വയറ് നിറച്ചുകൊണ്ട് ഒരിക്കലും മുഹമ്മദ് നബിയുടെ കുടുംബം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന്. വല്ലാത്ത ഒരു വാക്കാണത്. ജീവിതത്തിൽ വയറ് നിറക്കാതെ നാം ആരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുകയില്ല. നബിയുടെ കുടുംബം ഇങ്ങനെയായിരുന്നു. നബിയുടെ സന്താനങ്ങൾക്ക് വേണ്ടവണ്ണം ആഹാരം കൊടുക്കുവാൻ അവിടുത്തെ ദാരിദ്ര്യം കാരണം പലപ്പോഴും കഴിയുമായിരുന്നില്ല. സഹിക്കാൻ കഴിയാത്ത വിശപ്പ് കാരണം പലപ്പോഴും അവിടുത്തെ അനുയായികൾ ബോധരഹിതരായി വീണുപോയത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ അനുയായികൾ വിശപ്പ് സഹനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കണ്ടത്. നമുക്കും അത് കാണുവാൻ കഴിയണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രവാചകരിൽ നിന്ന് ത്യാഗമനോഭാവത്തോടെ എല്ലാ ജോലിയും മറ്റു താല്പര്യങ്ങളും മാറ്റി നിർത്തി മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നബി എന്തു പറയുന്നുവോ അത് കേൾക്കാൻ വേണ്ടി ഒരുങ്ങി നിന്ന ഒരു മഹാനായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അദ്ദേഹം പലപ്പോഴും വിശപ്പ് കാരണം ബോധരഹിതനായിട്ട് വീഴും. പലപ്പോഴും ആളുകൾ പറയും അബൂ ഹുറൈറക്ക് എന്തോ അസുഖമാണ്, അപസ്മാരമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അപസ്മാരമല്ല, എനിക്ക് വിശപ്പാണ്. അതിൻ്റെ കാഠിന്യം, ഒന്നും കഴിക്കാൻ കഴിയാതെ ദിവസങ്ങളോളം പട്ടിണി കിടന്നതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും തളർന്നു വീഴാറുള്ളത്. എൻ്റെ വിശപ്പറിയുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അതെൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നു. ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്, അബൂ ഹുറൈറക്ക് ഒരു ദിവസം ഒന്നും കിട്ടിയില്ല. അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവിടെ കാത്തു നിന്നു. ആരെങ്കിലും വരുന്നുണ്ടോ? നോക്കുമ്പോൾ അതിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നു. അദ്ദേഹം അബൂബക്കറിൻ്റെ അടുക്കൽ പോയി എന്തോ ഒരു സംശയം ചോദിച്ചു. ആ സംശയത്തിന് നിവാരണം ലഭ്യമാവുക എന്നുള്ളത് മാത്രമല്ല, തൻ്റെ കഠിനമായ വിശപ്പറിഞ്ഞ് വീട്ടിലേക്ക് സൽക്കരിക്കാൻ വേണ്ടി അബൂബക്കർ കൊണ്ടുപോകുമോ എന്നാണ് അദ്ദേഹം മോഹിച്ചത്. അബൂ ഹുറൈറയുടെ സംശയം ദൂരീകരിച്ചു കൊടുത്തു എന്നതല്ലാതെ വിശപ്പിനെക്കുറിച്ചൊന്നും അബൂബക്കർ ചോദിച്ചില്ല. പിന്നെ അതിലൂടെ ഉമർ കടന്നു വന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹവും ഇപ്രകാരം തന്നെ. കുറേ കഴിഞ്ഞതിലൂടെ ബിലാൽ വന്നു. മേൽ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പ്രവാചകൻ
കുറച്ച് സമയത്തിന് ശേഷം വരുമ്പോൾ കണ്ണീരോടുകൂടെ അബൂ ഹുറൈറ തൻ്റെ അനുഭവങ്ങൾ വിവരിച്ചു. കൈപിടിച്ച് സ്നേഹനിധിയായ കൂട്ടുകാരനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യമാരോട് ചോദിച്ചു, ഇവിടെ വല്ലതും ഇരിപ്പുണ്ടോ? ആരോ സമ്മാനമായി കൊണ്ടുതന്ന ഒരൽപ്പം പാലവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൊടിയ വിശപ്പ് കാരണം വയറൊട്ടിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് പറഞ്ഞു, ആ പള്ളിയിലിരിക്കുന്ന പാവങ്ങളെ മുഴുവൻ വിളിച്ചു കൊണ്ടുവരൂ. അദ്ദേഹം പറയുകയാണ്, ഞാൻ കരുതി എനിക്ക് തന്നെ വിശപ്പ് മാറ്റാൻ കഴിയുന്ന പാലതിലില്ല, പക്ഷേ പ്രവാചകർ പറഞ്ഞതല്ലേ, ഏതായാലും വിളിച്ചു കൊണ്ടുവരാം. എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു. എല്ലാവർക്കും മതിയാവോളം പാല് പ്രവാചകരുടെ ഒരു അമാനുഷിക സിദ്ധിയായിട്ട് കൂടി ഈ സംഭവം ഉണർത്തുകയാണ്. ഒരവസരത്തിൽ ഒരനുയായിയുടെ വീട്ടിൽ പ്രവാചകരും ഹസ്രത്ത് ബിലാലും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ കൊടിയ വിശപ്പ് കാരണം കയറിച്ചെന്നു. അവർക്ക് ആഹാരമൊരുക്കി അവരിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പത്തിരിയുടെ ഉള്ളിൽ ഒരു മാംസക്കഷ്ണം വെച്ച് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ മകൾ ഫാത്തിമക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുമോ? ഒരുപാട് കാലമായി അവൾ ഇതുപോലെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എന്ന്. ഇങ്ങനെ കൊടിയ വിശപ്പിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, എല്ലാ സങ്കടങ്ങളുടെയും ജീവിതമായിരുന്നു അവരുടേത്. ആ വിശപ്പിൻ്റെ കാഠിന്യത്തിൻ്റെ ഒരല്പമെങ്കിലും റമളാനിൽ നമുക്കുണ്ടാക്കുവാൻ, സഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതുതന്നെയാണ് നമ്മുടെ വിജയം. ഇന്ന് നമ്മളെല്ലാവരും റമളാനിന് അത്താഴം കഴിക്കുമ്പോൾ വിശപ്പിനെ പേടിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, വിശക്കാതിരിക്കാനാണ് ഭക്ഷണം കഴിക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയമാണെങ്കിലോ നമ്മളിപ്പോൾ ഈ ചാനലുകളിലൂടെ തന്നെ പുതിയ പുതിയ ഭക്ഷണങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുകയാണ്. ഞാനതിനെ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ അല്ല, പക്ഷേ നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ മാറിപ്പോവാതിരിക്കണം. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എത്രത്തോളം അകത്താക്കാൻ കഴിയുമോ അത്രയും അകത്താക്കിക്കൊണ്ടുള്ള ഒരു മത്സരമാവരുത് നമ്മുടെയൊന്നും നോമ്പ് തുറകൾ. നമ്മൾ ഈ നോമ്പിലൂടെ കരഗതമാക്കേണ്ടത് സത്യവിശ്വാസികളുടെ ഉത്കൃഷ്ട സ്വഭാവങ്ങളിലൊന്നായ എന്തു ത്യാഗത്തെയും മാറ്റി നിർത്താൻ കഴിയുന്ന ക്ഷമ, ഏതു പരീക്ഷണങ്ങളെയും തട്ടിമാറ്റുവാൻ കഴിയുന്ന ക്ഷമ, അതാണ്, ആ ക്ഷമയാണ് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയേണ്ടത്. അജബല്ലി അംരിൽ മുഅ്മിൻ, നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യത്തിലാണ് പ്രവാചകർ അത്ഭുതപ്പെട്ടത് എന്നോർത്ത് നോക്കൂ നിങ്ങൾ. മുഅ്മിനിൻ്റെ കാര്യം, വിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെ. ഇദാ അസ്വാബത്തുഹു സറാഉ, ഒരു സന്തോഷം അവനുണ്ടായാൽ അവൻ ശക്കറ, അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, അവൻ അൽഹംദുലില്ലാ എന്ന് പറയും, അപ്പോഴവൻ അള്ളാഹുവിനെ ഓർക്കും. വൈദാ അസ്വാബത്തുഹു ലറാഅ്, അവൻ എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ, ഒരു പരീക്ഷണം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവൻ ക്ഷമ കൈക്കൊള്ളുമെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ക്ഷമയെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത് വസ്സബ്റു ളിയാഉൻ എന്നതാണ്. ക്ഷമ പരലോകത്തും ഇഹലോകത്തും അവർക്കൊരു വെളിച്ചമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു, സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കണം. വസ്വാബിറു, നിങ്ങൾക്ക് നേരെ വരുന്ന മതപരമായി, സാമൂഹികമായി നിങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും ക്ഷമാപൂർവം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഭൗതിക ദുരന്തങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, വിശപ്പ് കൊണ്ട് എല്ലാം നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, അതെൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ സന്തോഷവാർത്ത അറിയിക്കേണ്ടത് ക്ഷമാലുക്കളെയാണ്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ സുവിശേഷം അറിയിക്കുക എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അല്ലാഹു തആല പറയുന്നു, ഇന്നമാ യുവഫസ്വാബിറൂന, നിശ്ചയമായും ക്ഷമിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിഫലം നാം പൂർണ്ണമായും നൽകും. അജ്റഹും ബിഗൈരി ഹിസാബ്, ഈ ക്ഷമിക്കുന്ന ആളുകൾക്ക്, ആളുകൾ ആരാണ്? പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അവർ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ് എന്നതാണ്. ഓർത്തു നോക്കിയാൽ ഇത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. കാരണം നാം ഇപ്പോൾ പ്രഭാതത്തിന് മുമ്പേ, സുബഹയുടെ സമയമാകുന്നതിൻ്റെ മുൻപേ നാം എല്ലാവരും എഴുന്നേൽക്കുകയാണ്. ആ എഴുന്നേൽക്കണമെങ്കിൽ ഒരു ക്ഷമ വേണ്ടേ, ഒരു സഹനം വേണ്ടേ നമുക്ക്? ആ സഹനം, ആ ത്യാഗം നാം സഹിക്കുന്നു. പിന്നെ നാം നിസ്കാരം, ഖുർആൻ പാരായണങ്ങൾ, കണ്ണുകളെ സൂക്ഷിക്കുക, ചെവിയെ സൂക്ഷിക്കുക, എല്ലാം ക്ഷമിച്ച് സഹിച്ച് ത്യാഗമനോഭാവത്തോടു കൂടിയാണ് നമ്മൾ അവസാനം നോമ്പ് തുറ വരെ നമ്മൾ നമ്മുടെ
നോമ്പിനെ എത്തിക്കുന്നത്, വ്രതാനുഷ്ഠാനത്തെ എത്തിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. വലമൻ സ്വബറ, ക്ഷമിക്കുന്ന ആളുകൾ, വഗഫറ, ഭൗതികമായി ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തിക്ക് നേരെ വരുന്ന, വ്യക്തികൾക്കിടയിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതിനെ ക്ഷമാപൂർവം കൈകാര്യം ചെയ്യുന്ന ആളുകൾ. ഒരാൾ നമ്മെ ആക്ഷേപിച്ചു, ഒരാൾ നമ്മെ പരിഹസിച്ചു, ഒരാൾ നമ്മുടെ ധനം അപഹരിച്ചു, ഒരാൾ നമ്മെ ചീത്ത പറഞ്ഞു, അത് മാപ്പ് ചെയ്തു, അത് പുറത്തു കൊടുക്കുകയും ചെയ്താൽ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും അത് ഉദാത്തമായ കാര്യങ്ങളിൽ പെട്ടതു തന്നെയാകുന്നു. അല്ലാഹു തആല വീണ്ടും മറ്റൊരിടത്ത് പറയുന്നത്, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം. ബിസ്സബ്രി, ക്ഷമ കൈക്കൊണ്ടുകൊണ്ട്, ക്ഷമയോടുകൂടെ നിങ്ങൾ ക്ഷമിച്ച് ജീവിക്കുമ്പോഴാണ്. പടച്ചവനെ, ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രയാസം വന്നു, ഒരു കടം വന്നു, ഒരു കഷ്ടപ്പാട് വന്നു, പടച്ചവനെ എന്നെ മാത്രം എന്തിനാ നീ ഈ പരീക്ഷിക്കുന്നത്? ഞാൻ മാത്രമാണോ ഈ പരീക്ഷണത്തിന് വിധേയമാകേണ്ടവൻ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിയെ തള്ളുകയും അതിൽ ക്ഷമ കൈക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്താൽ അത് ഏറ്റവും വലിയ പരീക്ഷണം ഒന്നുകൂടെ അല്ലാഹു തആല വർദ്ധിപ്പിക്കുമെന്നതല്ലാതെ അതിൽ യാതൊരു ഗുണവും നമുക്കുണ്ടാവുകയില്ല. ഇസ്തഈനൂ, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ബിസ്സബ്രി, ക്ഷമിച്ചുകൊണ്ട്, അള്ളാഹുവേ നീ എനിക്ക് നൽകിയ എല്ലാ കൽപ്പനകളും ഞാനിതാ ചെയ്യുന്നു, അത് ക്ഷമയാണ്. അള്ളാഹുവേ നീ എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞത് ഞാൻ ചെയ്യുന്നില്ല, ഈ റമളാനിൽ പ്രത്യേകിച്ച് ഞാനിതാ വ്രതമനുഷ്ഠിക്കുന്നു. അങ്ങനെ ക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു തആല നിങ്ങളെ സഹായിക്കും. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും ക്ഷമാലുക്കളുടെ കൂടെ അല്ലാഹു തമ്പുരാനുണ്ടാകും. ഒരു കാര്യം കൂടെ ഞാൻ ഉണർത്തുകയാണ്. രക്ഷിതാക്കൾ, മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് ക്ഷമയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. നമ്മുടെ ഗതകാല സംഭവങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുക. പ്രത്യേകിച്ച് വയസ്സായ ആളുകൾ, അവരുടെ ചെറുപ്പകാലത്തെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ദാരിദ്ര്യം, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൃത്യമായി ലഭ്യമാവാത്ത അവസ്ഥകൾ, ഇതൊക്കെ മക്കൾക്ക് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ വളർന്നു വരുന്ന ആ തലമുറ തീർച്ചയായും സർവശക്തനായ അള്ളാഹുവിൻ്റെ ദീനിൽ ക്ഷമിക്കുന്നവരാവുകയുള്ളൂ. ഇന്നൊക്കെ നിസ്സാരമായ ഒരു ചെറിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേക്ക് തകർന്നു പോവുകയാണ്. ടെൻഷനാണ്, അവർക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം അവർക്ക് ഈ ത്യാഗ മനോഭാവം, ക്ഷമാപൂർണമായി ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള ഒരു പരിശീലനം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് നൽകപ്പെടുന്നില്ല എന്നതാണ് ഇതിൻ്റെ കാരണം. റമളാനിലെ ഈ രാവും പകലും അസ്തമിച്ചു പോകുമ്പോൾ ഇതുപോലെയുള്ള സുഹൃതങ്ങൾ, ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കൊണ്ട് നടത്തിയാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും എന്നും നമ്മെ സഹായിക്കുന്ന ഒന്നായി ഈ റമളാനിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പ്രവാചകൻ്റെയും അനുയായികളുടെയും ത്യാഗപൂർണമായ സഹനശീലമായ ആ സൽസ്വഭാവത്തിൽ നിന്ന് ഈ റമളാനിൽ നമ്മൾ എന്നും പാഠം ഉൾക്കൊള്ളണം. ഓരോന്നും, ഓരോ വൈകാരികമായ താല്പര്യങ്ങളും, ഓരോ സാമ്പത്തികമായ താല്പര്യങ്ങളും ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട് നാം അതിനെ ഒഴിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം, ഈ റമളാനിൽ മുൻഗാമികളായ ആളുകൾക്ക് നൽകപ്പെട്ടതുപോലെയുള്ള സഹായം തീർച്ചയായും നമ്മോട് കൂടെയുണ്ടാകും. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുന്നവരിൽ ചേർക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി